ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. വർഷം, നീ എന്തൊക്കെയാ പറയുന്നേ? നീ എന്താ എന്നെ മനസ്സിലാക്കാത്ത? എന്റെ ജീവിതത്തിൽ നീ അല്ലാതെ മറ്റൊരു പെണ്ണില്ല. എനിക്ക് നിന്നെ വേണം. സോറി, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്നെ ഉപദ്രവിക്കാൻ വരരുത്. ഈ അപ്പച്ചി പോണ പോക്കിൽ തട്ടിപ്പോയാ മതിയെന്ന് ഞാൻ പ്രാർത്ഥിച്ചേനെ. പക്ഷേ എന്റെ അച്ഛനും കൂടെ ഉണ്ടായിപ്പോയി. ഏതൊരു വീട്ടിലും ഇതുപോലൊരു കൃമി ഉണ്ടാവും. ഈ വീട്ടില് വന്നു കയറിയ കൃമിയാ ഈ അപ്പച്ചി. ഈ കൃമിയെ തുരത്താതെ ജിതേന്ദ്രന് ഇനി വിശ്രമമില്ല. അമ്മ ടെൻഷനാവാതെ ഈ അപ്പച്ചിയെ ഞാൻ പുകച്ച് പുറത്ത് ചാടിക്കും. എന്റെ ഭാര്യ വിദ്യ ഞാൻ ചാടിച്ചില്ലേ, അതുപോലെ. എന്റെ മോൾ എവിടെ പോയതാണോ ഈശ്വര. ശ്യാമേ, അയാളെ കാണുന്നത് തന്നെ എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ ശ്യാമിനോട് എത്ര തവണ പറഞ്ഞതാ. അയാൾ ആ പാർക്കിങ്ങിൽ വെച്ച് എന്ത് ഭ്രാന്താ കാണിച്ചത്. അയാൾ സൈക്കിക്ക, ഒന്നാന്തര സൈക്കിക്ക. വർഷ, അങ്ങനെയല്ല. അയാളുമായി സംസാരിച്ച് അയാളെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അയാൾ വർഷയുടെ ജീവിതത്തിലേക്ക് വീണ്ടും വരാത്ത വിധം ഒഴിവാക്കി വിടണം. അയാൾ ആ പാർക്കിങ്ങിൽ വെച്ച് കാണിച്ചതൊക്കെ നേരിട്ട് കണ്ട ആളല്ലേ ശ്യാം. എന്നിട്ടാണോ ഇങ്ങനെ? എല്ലാം അവസാനിപ്പിക്കുന്നതിന് ഒരു രീതിയുണ്ട്. നീ ഇനി ഒരിക്കലും അയാളുടെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകില്ലെന്ന് ഉറപ്പായ അയാൾ എന്നേക്കുമായി ഒഴിഞ്ഞു പൊയ്ക്കോളും. ഇല്ലെങ്കിൽ നീ ഇങ്ങനെ അയാളെ പിടിച്ച് എത്ര നാൾ കഴിയും? ജീവിതാവസാനം വരെയോ? വിക്രമത്തിന് തോന്നുന്നു. ഹലോ ഹലോ ശ്യാം, നിങ്ങൾ എവിടെയാ? വിക്രം, ഞങ്ങൾ മുകളിലുണ്ട്. ടെറസിലേക്ക് വാ. ഓക്കെ. ഇനി നിങ്ങൾ തമ്മിൽ ഒരു മീറ്റിംഗ് ഉണ്ടാവാത്ത വിധത്തില് എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കണം. ശ്യാമേ, എനിക്ക് പേടിയാവുന്നു. ഇവിടെ പേടിയല്ല വേണ്ടത്. നിന്റെ ഉറച്ച തീരുമാനം അയാളെ അറിയിക്കുകയാണ് വേണ്ടത്. അയാളിപ്പോ എത്തും. നീ അതിന് തയ്യാറായിക്കോ.
വന്നിട്ട് കുറച്ചു നേരമായോ? ഇല്ല, ഇപ്പൊ വന്നേ ഉള്ളൂ. നിങ്ങൾ സംസാരിക്കേ, ഞാൻ താഴെ നിൽക്കാം. വേണ്ട, ശ്യാമിന്റെ സാന്നിധ്യത്തിലേ എനിക്ക് സംസാരിക്കാനുള്ളൂ. പക്ഷേ പാർക്കിൽ വെച്ച് കണ്ടപ്പോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. എല്ലാം നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് കരുതി ക്ഷമിക്കണം. ഞാൻ ഇങ്ങനെയൊരു മീറ്റിംഗ് ആഗ്രഹിച്ചിരുന്നില്ല. ഇതായിരിക്കും നമ്മൾ തമ്മിലുള്ള അവസാനത്തെ മീറ്റിംഗ്. വർഷ, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ അകലുന്നത്? ഞാൻ നിനക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് തന്നെ. സോറി, ഇനി നിങ്ങളുമായി യോജിച്ചു പോകാൻ എനിക്ക് പറ്റില്ല. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. വർഷ, നീ എന്തൊക്കെയാ പറയുന്നേ? നീ എന്താ എന്നെ മനസ്സിലാക്കാത്തെ? എന്റെ ജീവിതത്തിൽ നീ അല്ലാതെ മറ്റൊരു പെണ്ണില്ല. എനിക്ക് നിന്നെ വേണം. സോറി, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്നെ ഉപദ്രവിക്കാൻ വരരുത്. ശ്യാം, നമുക്ക് പോവാം. വർഷ, നിക്കേ. നീ എന്നെ മനസ്സിലാക്കണം. നിങ്ങളെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആരും മനസ്സിലാക്കിയിട്ടില്ല. കല്യാണം കഴിഞ്ഞ ഉടനെ എന്നെ വെറുതെ ഇരുത്തണ്ടെന്ന് കരുതി നിങ്ങൾ ബിസിനസ് രംഗത്തിറക്കി. ചില പാഴ്സലുകൾ നിങ്ങൾ പറയുന്ന ആളുകൾക്ക് കൈമാറുക, അതായിരുന്നു ആദ്യത്തെ ജോലി. അന്ന് വന്ദനിച്ചി നിങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കി എന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോ ഞാനിത് വിശ്വസിച്ചില്ല. പിന്നീട് ഞാൻ നേരിൽ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തു നിങ്ങളുടെ തനിനിറം. എന്റെ വയറ്റിൽ വളർന്ന നിങ്ങളുടെ കുഞ്ഞ് മരണപ്പെട്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അച്ഛമ്മയെ സംസാരിക്കാൻ വയ്യാതെ തളർത്തി കിടത്തിയത് നിങ്ങളല്ലേ? നിങ്ങളുടെ കൂട്ടുകാരൻ നിരഞ്ജനെ മൃഗീയമായി കൊലപ്പെടുത്തിയത് നിങ്ങൾ തന്നെയല്ലേ?